ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നാസ്റ്റൂമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്പീച്ച് ഡിലേ എന്താണെന്ന് നോക്കാം. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടി അവരെ എത്രയും വേഗം അമ്മയെന്നും അച്ഛനെന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കൃത്യസമയത്ത് കുട്ടികൾ ഇത് ചെയ്യാനും തുടങ്ങുന്നു. എന്നാൽ ചില കുട്ടികൾ വൈകി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇന്ത്യയിൽ 10 കുട്ടികളിൽ ഒരു കുട്ടിക്ക് സംസാര വൈകല്യമുണ്ട്. 1 വയസ്സുള്ള കുട്ടിക്ക് പേര് വിളിച്ചാൽ തിരിച്ചറിയാനാകും. അമ്മ, പപ്പ, അച്ഛ എന്നൊക്കെ വിളിച്ചു തുടങ്ങും. 2 വയസ്സുള്ള കുട്ടിക്ക് ഏകദേശം 50 വാക്കുകൾ സംസാരിക്കാനും 2 വാക്കുകളുള്ള വാക്യങ്ങൾ ഉപയോഗിക്കാനും കഴിയും. 3 വയസ്സിൽ കുട്ടിക്ക് ഏകദേശം 200 മുതൽ 1000 വാക്കുകൾ സംസാരിക്കാൻ കഴിയും. 3 വാക്കുകളുള്ള വാക്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 4 വയസ്സുള്ള കുട്ടി കഥ പറയും. 5 വയസ്സുള്ള കുട്ടി അനുഭവങ്ങൾ പറയും. എപ്പോഴാണ് കുട്ടിക്ക് ശ്രദ്ധ വേണ്ടത്? കുഞ്ഞ് 2 മാസമായിട്ടും ശബ്ദം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, 1 വയസ്സായിട്ടും കുട്ടി ആശയവിനിമയത്തിന് കൈ ചൂണ്ടുകയോ ബബ്ലിംഗ് ചെയ്യുന്നില്ലെങ്കിലോ, 18 മാസമായിട്ടും അമ്മ, അച്ഛൻ എന്ന് തുടങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നില്ലെങ്കിലോ, 2 വയസ്സിൽ ഒരു കുട്ടി കുറഞ്ഞത് 25 വാക്കുകളെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, 2 വാക്ക് ചേർത്ത് വാക്യം 2 വയസ്സായിട്ടും സംസാരിക്കുന്നില്ലെങ്കിൽ, 3 വയസ്സിന് ശേഷം കുട്ടിക്ക് 200 വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിലോ, പേര് പറഞ്ഞ് വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ, 3 വയസ്സിൽ 3 വാക്യം ചേർത്ത് ഉച്ചരിക്കുന്നില്ലെങ്കിൽ, ചെറിയ നിർദ്ദേശങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ജനിക്കുമ്പോൾ വൈകി കരയുന്ന കുഞ്ഞുങ്ങൾ വൈകിയാണ് സംസാരിക്കാൻ തുടങ്ങുക. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് മഞ്ഞപ്പിത്തമുണ്ടായാൽ, പ്രസവ സമയത്ത് കുഞ്ഞിന്റെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതമേൽക്കുകയാണെങ്കിൽ, കേൾവിക്കുറവ് കൊണ്ടോ പാരമ്പര്യം, ജനിതക തകരാറുകൾ കൊണ്ടോ ഒന്നിലധികം ഭാഷ സംസാരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ, അമിതമായ മൊബൈൽ ഫോൺ, TV ഉപയോഗം, ജോലി തിരക്ക് മൂലമോ ക്ഷമയില്ലായ്മ കൊണ്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, നാവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതായത് നാവിന് കെട്ടോ മുച്ചിറിയുണ്ടെങ്കിൽ, ഓട്ടിസം പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം അനുകരിക്കുന്ന ഒരു ഗെയിം കളിക്കുന്നെങ്കിൽ കുട്ടിയെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കും. പുതിയ വാക്കുകൾ പഠിക്കാൻ സമയം ചെലവഴിക്കുക. സാവധാനം വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. പാട്ടിന് കുട്ടികളുടെ തലച്ചോറിന്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയും. അതിനാൽ വീട്ടിൽ പാട്ട് പ്ലേ ചെയ്യുക. TV, മൊബൈൽ ഫോണിന്റെ യൂസ് പരമാവധി കുറയ്ക്കുക. കഥകളും പാട്ടുകളും പറഞ്ഞു കൊടുക്കുക. ദൈനംദിന കാര്യങ്ങൾ ഒരു കഥ പോലെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക. ചിത്രങ്ങൾ കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. ഇതിലൊന്നും കുട്ടിക്ക് ഒരു ഇംപ്രൂവ്മെന്റും ഇല്ലെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു പീഡിയാട്രീഷ്യനെയോ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ കാണേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്